സാധാരണ ജനങ്ങളുടെ കണ്ണീര് വീണ് കുതിരുന്ന മണ്ണായി മാറുകയാണ് ഇന്ന് സിറിയ. വിദേശ ശക്തികളും പ്രാദേശിക ശക്തികളും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് പ്രവർത്തിച്ചപ്പോൾ സിറിയ ഒടുവിൽ ഭീകര ശക്തികളുടെ കൈകളിലേക്ക് നിപതിക്കുന്നു. സിറിയയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി, സംഘർഷം, സിറിയയിലെ ഒരു ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന ആ ഒരു ഭീകര സംഘടന, അത് മധ്യ പൂർവേഷ്യയിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്ട്, പ്രത്യേകിച്ച് സിറിയയിലെ മൈനോറിറ്റീസ്, ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാവി എത്രത്തോളം ഒരു ശോഭനമാണ്. ഒപ്പം സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് ലോക രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രകമ്പനം, ലോകത്തിന്റെ ഒരു ഭാവി ഇനി എന്തായിരിക്കും? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. അരുൺ റോബിൻ, ഈ സിറിയ, ഈ ഒരു സിറിയൻ വിഷയം നമ്മളെടുത്ത് പഠിച്ചു കഴിയുമ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ? നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ പുറമേ നിന്നുള്ള ശക്തികൾ, ബാഹ്യശക്തികൾ, അത് അമേരിക്ക ആയിക്കോട്ടെ, തുർക്കി ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, എല്ലാവർക്കും പല പല ഇൻട്രസ്റ്റുകളാണ്. ഇന്റേണൽ ആയിട്ട് ഉള്ള ഗ്രൂപ്പുകൾക്കും അവർക്കും പല പല ഇൻട്രസ്റ്റുകളാണ്. ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സിറിയയിലെ പ്രതിസന്ധി, അവർ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം റഷ്യയുടെ അവിടുത്തെ ഒരു സ്വാധീനം ഇല്ലാതാകുന്നു, ഇറാനെ ഒതുക്കാൻ സാധിക്കുന്നു. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ വടക്കൻ സിറിയ മേഖലകളിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കുർദുകളെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ പ്രവർത്തിക്കുന്നു. അതിൽ അവർ ഒരു പരിധിവരെ വിജയിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും സിറിയയിൽ ഇറാന്റെ ഒരു ഹോൾഡ്, അത് ഒതുക്കുവാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്. കാരണം ഈ സിറിയയിൽ നിന്നാണ് ഹിസ്ബുള്ളകൾക്ക് ലെബനോനിലേക്ക് ഒരു ആയുധ കടത്തിന്റെ ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിച്ചത് സിറിയയാണ്. അത് എന്നേക്കുമായി ഒരുപക്ഷെ അങ്ങനെ പറയാൻ സാധിക്കും, അത് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേലിന് ഒരു ആശങ്കയുള്ളത് ഈ ഗോലാൻ കുന്നുകളുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ മാത്രമാണ് ഇസ്രായേലിന് ആശങ്കയുള്ളത്. ഒപ്പം ഈ പ്രാദേശികമായിട്ട് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന വിമതരായിക്കോട്ടെ, തീവ്രവാദ സംഘടനകളായിക്കോട്ടെ, പലർക്കും പല ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഈ HDS, അതായത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് ഈ അബു മുഹമ്മദ് അൽ ജുലാനി, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ സിറിയയിൽ ഭരണം പിടിച്ചെടുക്കുമ്പോൾ മൈനോറിറ്റീസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന. ഈ അബു മുഹമ്മദ് അൽ ജുലാനി യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ്, എന്ത് ഐഡിയോളജിയാണ് ആ വ്യക്തിയെ നയിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ നോക്കേണ്ടതുണ്ട്. 21ാമത്തെ വയസ്സിൽ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ബിൻ രൂപം കൊടുത്ത ഭീകര സംഘടനയിൽ ജോയിൻ ചെയ്ത് അമേരിക്കയ്ക്കെതിരെ 2003 പോരാടിയ, അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയ ഭീകരനാണ് ഈ അൽ ജുലാനി എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് 2006 സിറിയയിലെ ഈ പറയുന്ന ഈ അൽ ഖ്വയ്ദ യൂണിറ്റ്, അൽ നുസ്ര എന്ന് പറയുന്ന അൽ ഖ്വയ്ദ യൂണിറ്റിൽ ഈ അൽ ജുലാനി പ്രവർത്തിക്കുന്നു. 2013 അൽ ബാഗ്ദാദി ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപവൽക്കരിച്ചപ്പോൾ ഈ അൽ നുസ്ര ഫ്രണ്ടിനെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേർക്കണമെന്ന് പറയുന്നു. അതിന് ഈ അൽ ജുലാനി തയ്യാറായില്ല. ഈ അബൂബക്കർ അൽ ബാഗ്ദാദിയുമായിട്ട് ഈ അൽ ജുലാനി തെറ്റിപ്പിരിയുന്നു. പിന്നീട് ഈ പറയുന്ന വ്യക്തി സ്വന്തമായിട്ടുള്ള ചില സംഘടനകൾ രൂപീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടനയിൽ എത്തിച്ചേരുന്നു. ഈ സംഘടനയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അൽഖ്വയ്ദയുമായിട്ടും അൽഖ്വയ്ദയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് ഈ സംഘടനയെ വേർതിരിച്ചു നിർത്തുന്നത്, അൽഖ്വയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കാഴ്ചപ്പാടോടുകൂടി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്ലോബൽ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ രൂപവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് ഇസ്ലാമിക് സ്റ്റേറ്റും അൽഖ്വയ്ദയും. പക്ഷെ ഈ പറയുന്ന വ്യക്തിയുടെ, ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക. അതായത് ഈ സംഘടനയുടെ ഒരു ഇന്റർപ്രിട്ടേഷനിൽ ഇസ്ലാമിക് ലോ അത് വ്യാഖ്യാനിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്നും, അല്ലെങ്കിൽ ആ ഇസ്ലാമിക് ലോ എന്താണ് പറയുന്നത്, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിലൂടെ സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക. ഈ 2014 ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഒക്കെ സംരക്ഷിക്കും എന്ന് പറയുന്ന ഈ അൽ ജുലാനി 2014 അൽ ജസീറയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ ഈ പറയുന്ന വ്യക്തി വ്യക്തമായിട്ടും പറയുന്നുണ്ട്, സിറിയയിൽ ഇസ്ലാമിക് ലോ സ്ഥാപിക്കും, ആ രാജ്യത്തെ മൈനോറിറ്റീസ്, ക്രിസ്ത്യൻസും അലാവീസും ഉൾപ്പെടെയുള്ള മൈനോറിറ്റീസ് ഈ രാജ്യത്ത് അക്കോമഡേറ്റ് ചെയ്യപ്പെടുകയില്ല എന്ന് 2014 അൽ ജസീറയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലും അവർ വലിയ രീതിയിലൊക്കെ പറഞ്ഞു, ഞങ്ങളൊരു സെക്കുലർ സ്വഭാവമാണ്, അല്ലെങ്കിൽ മൈനോറിറ്റീസ് സംരക്ഷിക്കപ്പെടും, ഒരു തീവ്രവാദത്തിലേക്ക് പോകില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഏത് ഭീകര സംഘടന ഏത് പ്രദേശത്തെ കൈയടക്കിക്കോട്ടെ, അവരുടെ ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക് ലോ അവിടെ സ്ഥാപിക്കുകയാണ്. നമുക്കറിയാം, സിറിയയിലെ തെരുവുകളിൽ സാധാരണ ജനങ്ങളെ വളരെയധികം ആഹ്ലാദിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ നാം കണ്ടു. ഒരു 10 വർഷം മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ പറയുന്ന വ്യക്തികളുടെ ഒക്കെ തലയറുത്ത സംഭവങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ നിന്ന് എങ്ങനെ മാഞ്ഞുപോയി എന്നാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം, റോബിൻ, ഇത്തരത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഗ്ലോബൽ
വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ശക്തികൾ കൃത്യമായിട്ടും ഡിവൈഡഡ് ആയിരിക്കുകയാണ് ഈ സിറിയൻ വിഷയത്തിൽ. അപ്പോൾ ഒരു ഗ്ലോബൽ സ്വഭാവത്തിലേക്ക്, സിറിയ ഒരു മിഡിൽ ഈസ്റ്റിലെ കൊച്ചു രാജ്യമാണ്, പക്ഷേ എങ്കിൽ പോലും അവിടെ നടക്കുന്ന ഈ പ്രതിസന്ധികൾ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ഒരു ഇമ്പാക്ട് അത് വരാനുള്ള ഒരു സാധ്യതകളല്ലേ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്? നമുക്ക് ഒരു കുറച്ച് കാലഘട്ടം മുന്നേ വരെ ശരിയായിരുന്നു. ഒരു രാജ്യം തീവ്രവാദികൾ പിടിച്ചെടുക്കുന്നു, അവരവിടെ ഭരിക്കുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ പോലെയാണെങ്കിൽ, അതും അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ തീവ്രവാദ സംഘടനകൾ ഭരണം ഏറ്റെടുക്കാൻ കലാപങ്ങൾ നടത്തിയ പോലെയൊക്കെയുള്ള അങ്ങനെയുള്ള കുറേ കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ എന്ന് വെച്ചാൽ വലിയ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പ്രസക്തി, ഏതെങ്കിലും രീതിയിൽ ലോകം മൊത്തം മറ്റ് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന പ്രതീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന യുദ്ധങ്ങൾക്കെല്ലാം ഒരു ആഗോള മാനം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ എവിടെ നടക്കുന്ന യുദ്ധമാണെങ്കിലും, ഇപ്പോൾ ഇവൻ സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര കലഹത്തിൽ പോലും ഒരു ഇന്റർനാഷണൽ മാനം ഇതിനെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പം 1-ാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ 2-ാം ലോക മഹായുദ്ധം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് നടന്നൊരു കാര്യം, ആ കാലഘട്ടത്തിൽ ഈ യുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ മുൻപുള്ള കാലഘട്ടങ്ങളിലെല്ലാം എവിടെയെങ്കിലും ലോകത്ത് ഏത് ഭാഗത്ത് ഒരു യുദ്ധം ഉണ്ടായാലും അതിനെല്ലാം ഒരു ഗ്ലോബൽ മാനം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കക്ഷികൾ തമ്മിൽ അവിടെ ആയുധം കൊടുക്കുകയും അവിടെ അവർ ഇടപെടൽ നടത്തുകയും അവിടുത്തെ ഒരു പരാജയം ആ വിഭാഗത്തിന്റെ പരാജയമായി മാറുന്നു. എന്ന് വെച്ചാൽ ആ ചേരിയുടെ പരാജയമായി മാറുന്നു, അവിടുത്തെ വിജയം മറുചേരിയുടെ വിജയമായി മാറുന്നു. അങ്ങനെ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഗ്ലോബൽ ഒരു ആഗോള മാനം ഓരോ യുദ്ധങ്ങൾക്കും ചിലപ്പോൾ ഒരു വിപ്ലവത്തിന് പോലും ഉണ്ടാകുന്ന ഒരു സമയം ഈ 1-ാം ലോക മഹായുദ്ധത്തിന് 2-ാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന ഈ സിറിയയിലെ ഇപ്പോൾ നടന്ന ഈ കലാപത്തിന് പോലും, ഇപ്പോൾ ഈ നടന്ന ഈ പിടിച്ചെടുക്കലിന് പോലും, ഇപ്പോൾ തീവ്രവാദികളാണ് ഇത് പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ പോലും ഇതിനുള്ളിൽ കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇതിനുള്ളിൽ കളിക്കുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയാണ്, ഇസ്രായേലുണ്ട്, ഇറാനുണ്ട്, തുർക്കിയുണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടനുണ്ട്, റഷ്യയുണ്ട്. ഇങ്ങനെ ഈ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു തീവ്രവാദ സംഘം ഒരു രാജ്യം പിടിച്ചെടുത്തു, സിറിയയുടെ ഭരണം പിടിച്ചെടുത്തു എന്നുള്ളതല്ല ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇതുപോലുള്ള ശക്തിയുള്ള രാജ്യങ്ങളാണ് ഇവർ ചേരി തിരിഞ്ഞ് നിൽക്കുകയാണ്. ചൈന, ഇറാന്റെയും റഷ്യയുടെയും പിന്നിൽ ചൈന മറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം സിറിയയിൽ ഇപ്പം ഈ ബാഷർ അൽ അസാദ് പുറത്താക്കപ്പെട്ടു. ആർക്കാണ് അവിടെ മുറിവേറ്റത്? അവിടെ മുറിവേറ്റത് യഥാർത്ഥത്തിൽ റഷ്യക്കും ഇറാനുമാണ് അവിടെ മുറിവേറ്റത് കൃത്യമായിട്ട്. ബാക്കി തുർക്കി ഒരു പരിധി വരെ തുർക്കിക്ക് അവിടെ അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും റഷ്യയും ഇറാനോട് പുറത്താകുന്ന അവസ്ഥയുണ്ടാകുന്നു. അവിടെ ഏത് സമയത്തും എന്ന് വെച്ചാൽ ഒരു കാവോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ ആരും ഇല്ല അവിടെ, നാടിനെ സംരക്ഷിക്കാനോ നോക്കാനോ ആരും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം, ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, സിറിയയിൽ ഇപ്പോൾ ഈ അധികാരം പിടിച്ചെടുത്ത വിമതർക്ക് ഉക്രൈൻ കൃത്യമായി ആയുധങ്ങൾ കൊടുക്കുകയും അവിടെ പരിശീലനം നടത്തുകയും ചെയ്ത റിപ്പോർട്ട് 4-5 മാസം മുന്നേ വന്നിരുന്നു. ഇതേപോലെ അതുപോലെ തന്നെ റഷ്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉക്രൈൻ്റെ ആക്രമണം സിറിയയിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് സുഡാനിൽ, അവിടെയും ആഭ്യന്തര കലഹം നടക്കുന്നു. അവിടെ കൃത്യമായിട്ട് റഷ്യക്കെതിരെ ഉക്രൈൻ അവിടെയുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള പടയാളികൾക്ക് പരിശീലനം കൊടുക്കുകയും ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ ഉക്രൈൻ എങ്ങനെയാണ് ഒരു റഷ്യയുമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ എങ്ങനെയാണ് ഇവർക്കെല്ലാം ആയുധം കൊടുക്കാൻ കഴിയുന്നതെന്ന്. അപ്പോഴാണ് നാറ്റോയുടെ ഇടപെടൽ വെളിവാകുന്നത്. നാറ്റോയാണ് ഉക്രൈൻ ഫണ്ട് ചെയ്യുന്നത്. അതേ നാറ്റോ തന്നെയാണ് ഇവിടെയും ഫണ്ടിങ് നടത്തുന്നത്. ഉക്രൈനാണ് ഇവിടെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതെങ്കിലും ഫണ്ടിങ് നടത്തുന്നത് മുഴുവൻ നാറ്റോയുടെ കൈകളിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ സിറിയയിൽ ഈ വിമത പോരാളികൾ ഇപ്പോൾ പിടിച്ചെടുക്കൽ നടത്തി എന്ന് പറഞ്ഞാൽ ഈ വിമത പോരാളികൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചാലകം മാത്രമായി മാറിയേക്കാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഈ വിമത പോരാളികൾ എന്ന് പറയുന്ന ഒരു ചാലകം മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ ഇനി അടുത്തത് ആരൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻഫ്ലുവൻസുകൾ നടത്താൻ പോകുന്നത്? തുർക്കിയാണോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻഫ്ലുവൻസ് നടത്താൻ പോകുന്നത്? ഇസ്രായേലാണോ നടത്താൻ പോകുന്നത്? അമേരിക്കയാണോ നടത്താൻ പോകുന്നത്? റഷ്യയാണോ ഇറാനാണോ? ഇതെല്ലാം മാറ്ററാണ്. ഇവിടെ ആര് മേൽക്കൈ നേടിയാലും കൃത്യമായും ഇവിടെ ആക്രമണം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. എന്താ നമ്മൾ ഇപ്പം പല വാർത്തകളിലും കണ്ടു, ഇപ്പോൾ ലെബനോനിൽ നിന്നൊക്കെ സിറിയൻ അഭയാർത്ഥികൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഭീകരമായ വസ്തുത
സിറിയയിൽ ഇനി അടുത്ത കാലത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം മുറിവേറ്റ ഇറാനും റഷ്യയും ഒരിക്കലും ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും കയറി ഇവിടെ ആക്രമണം നടത്താം എന്നുള്ള ഒരു തലം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ, ഇപ്പം തുർക്കിയിൽ ഏകദേശം 35 ലക്ഷം സിറിയൻ അഭയാർത്ഥികളുണ്ട് തുർക്കിയിൽ. ലെബനോനിലുണ്ട് 8 ലക്ഷത്തോളം അഭയാർത്ഥികൾ. അതുപോലെ തന്നെ ജോർദാനിലുണ്ട് ഏകദേശം 6 ലക്ഷത്തോളം അഭയാർത്ഥികളുണ്ട്. ജർമ്മനിയിലുണ്ട് ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ അഭയാർത്ഥി, 5,22,000 അഭയാർത്ഥികളുണ്ട്. ഇതുപോലെ തന്നെ സ്പെയിനിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, നെതർലാൻഡ്സിലുണ്ട്, ഗ്രീസിലുണ്ട്. ഈ ഗ്രീസിൽ വരെ ഇതുപോലത്തെ സിറിയൻ അഭയാർത്ഥികളുണ്ട്. അപ്പോൾ ഇത്രയും അഭയാർത്ഥികളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ എന്നുള്ള പേരിലാണ് തുർക്കി ആക്രമണം നടക്കുക. തുർക്കി നിരന്തരമായി അസാദിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കാൻ. ആസാദ് ഒരിക്കലും സമ്മതിച്ചില്ല. അത് മാത്രമല്ല, ആസാദ് ഇപ്പോൾ ഉള്ള വിമത പോരാളികളെ ആക്രമിക്കുക കൂടി ചെയ്തു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് തുർക്കി പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള ഒരു തീരുമാനം എടുത്തത്. പക്ഷേ തുർക്കി ഇങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്ത് റിബൽസ് ഒരു സുപ്രഭാതത്തിൽ മൊത്തം രാജ്യവും പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളത് ഒരു പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ബാക്ക് ഡോർ ടോക്കുകൾ നടത്തിയിട്ടുണ്ടാകാം, എവിടെയെങ്കിലും ഡീലിങ്ങുകൾ നടന്നിട്ടാകാം. ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധത്തിൽ എന്തെങ്കിലും റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡീലിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം റഷ്യ ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഇടപെടാതെ മാറിയത്. കാരണം റഷ്യയും ഇറാനും ഇടപെടാതെ മാറി നിന്നപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് വിമതർ കയറി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇറാനും ഒരുപക്ഷെ ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാങ്ഷൻ എടുത്തു മാറ്റുക അങ്ങനെയുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് ഇറാനുമായിട്ടൊരു ഡീലിങ്ങിന് പോയ അങ്ങനെ ഒരു ഡീലിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു സമാധാനത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുമല്ല, ഒരു തോൽവിയുടെ റഷ്യയെ ഹ്യൂമിലിയേറ്റ്, കാരണം റഷ്യക്കെതിരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യയെ എങ്ങനെയെങ്കിലും ഹ്യൂമിലിയേറ്റ് ചെയ്യുക, എങ്ങനെയും നാണം കെടുത്തുക എന്നുള്ള ഒരു രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തലത്തിലാണ് ഇത് നടന്നത് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് വലിയ യുദ്ധത്തിന്റെ നാളുകൾ തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. സിറിയ കത്തും, സിറിയയുടെ കൂടെ മറ്റു പല ഭാഗങ്ങളും കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അത് കറക്റ്റാണ്. റോബിൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഈ പറയുന്ന വിമത ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വിമത തീവ്രവാദ ഗ്രൂപ്പുകൾ വെറും ചുരുങ്ങിയ ദിവസത്തിനുള്ളിലാണ് സിറിയയിലെ വലിയൊരു ഭാഗം അവർക്ക് കീഴടക്കാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആയുധബലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിമതർക്ക് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് സാറ്റലൈറ്റ് ഫോണുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ കിട്ടി എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു, ഈ വിമത ഭീകരർക്ക്. അപ്പോൾ നമ്മൾ ഈ ചരിത്രത്തിന്റെ ചില തനി ആവർത്തനങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. റോബിൻ പറഞ്ഞതുപോലെ ഈ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? ഈ അമേരിക്കയുടെ റഷ്യൻ വിരോധം പലപ്പോഴും പല ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെയും ഒരു ശക്തിപ്പെടുത്തുന്നതിൽ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ റഷ്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് അൽ ഖ്വയ്ദയുടെ ആദ്യ കാലത്തുള്ള പ്രവർത്തകർക്കൊക്കെ അമേരിക്ക ആയുധങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഈ റഷ്യയിൽ അല്ലെങ്കിൽ സിറിയയിൽ ഈ റഷ്യൻ വിരുദ്ധത അല്ലെങ്കിൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിമതർക്ക് ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്, അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാമെങ്കിൽ മറ്റൊരു തീവ്രവാദ സംഘടന അവിടെ ബലപ്പെട്ട് വരികയാണ്. അത് റഷ്യൻ വിരോധം പലപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഒരു വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. മറ്റൊരു ആംഗിൾ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അരുൺ, സിറിയയിലെ ഈ സംഭവ വികാസങ്ങൾ അത് ഈ ഷിയ തീവ്രവാദം അല്ലെങ്കിൽ ഒരു ഷിയ എക്സ്ട്രീമിസം അത് ഒന്ന് ശക്തി ക്ഷയിക്കുന്നു. സുന്നി എക്സ്ട്രീമിസം അത് കുറെ കൂടി ഒരു സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കുറെ കൂടി ഒരു ബലവത്താകുന്നു. ആ ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ലേ? ജോർജ്, ലോകത്തിന്റെ ക്രമം തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഹമാസ് തുടങ്ങി വെച്ച ഒരു യുദ്ധം, ആ യുദ്ധം ഇപ്പോൾ ലോകത്തെ എങ്ങനെയൊക്കെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഇറങ്ങിയതിന് ശേഷം ഹിസ്ബുള്ള തീർന്നു, ഇറാൻ തീർന്നു, അതുപോലെ തന്നെ ഹമാസ് തീർന്നു. ഇനി ആകെ കൂടി തീരാനുണ്ടായിരുന്നത് ഷിയ വിഭാഗത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അസാദിന്റെ ഒരു ഭരണം കൂടിയായിരുന്നു, അതും ഇപ്പോൾ തീർന്നു. ഇപ്പോൾ ജോർജി സൂചിപ്പിച്ചതുപോലെ ഇനി ഷിയകളുടെ ഒരു ക്ഷയത്തിന്റെ ഒരു കാലമാണ് ഇനി കാണാൻ പോകുന്നത്. അതിനു പകരം സുന്നികളും സുന്നി തീവ്രവാദികളും ലോകക്രമത്തെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ ജോർജി സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ലക്ഷ്യങ്ങൾ വേറെയാണ്, എന്നാൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക്, ഇസ്ലാമിസ്റ്റുകൾക്കുള്ള ലക്ഷ്യം വേറെയാണ്. പലപ്പോഴും ഇവിടെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇപ്പോൾ എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സിറിയയിൽ അസാദ് ഭരണം മാറി അതാ മിതവാദിയായ ഒരു നേതാവ് അവിടെ ഉയർന്നു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തക്കിയ. ഈ കാലഘട്ടത്തിൽ ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ തക്കിയായിരിക്കും ഇത്. കാരണം ഈ ജുലാനിനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി, ഒപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രങ്ങളും ഇത് രണ്ടും പഠിച്ചു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും ഇത് വലിയൊരു തക്കിയാണ്. ജോർജ് നേരത്തെ സൂചിപ്പിച്ചു, ജുലാനി ആരാണ്? ജുലാനി 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചപ്പോൾ അതിൽ അത്രത്തോളം സന്തോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം റാഡിക്കൽ ചിന്താഗതികളിലേക്കും ആക്രമണങ്ങളിലേക്കും കടന്നത്.
അതിനുശേഷം അൽ ഖ്വയ്ദയിൽ ചേർന്നു. അൽ ഖ്വയ്ദയുടെ ഏറ്റവും പ്രമുഖരുടെയാണ്, ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇതാണ്, ചെറുവക ടീമുകളുടെ കൂടിയല്ല, സർഖാവിയുടെ കൂടിയാണ് ജോലാനി നടന്നത്. ISISന്റെ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ കൂടെയാണ് ജോലാനി നടന്നത്. അതിനുശേഷം സാവാഹരിയുടെ ആശയങ്ങളോടൊപ്പം നടന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മിതവാദിയുടെ ഒരു കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ തട്ടിപ്പാണ്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു 2016 മുതലേ ആ സമയത്ത് അൽ ഖ്വയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റ് എല്ലാം ലോകരാജ്യങ്ങളുടെ ഒരു ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംഘടനയെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി അൽ ഖ്വയ്ദയെ തള്ളിപ്പറയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ അൽ നുസ്രയെ പല പേരുകളിലേക്ക് മാറ്റി. ശ്രദ്ധിക്കണം, ഒരു പേരല്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്, പേര് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള പേരുകളിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പേര് ഇത്രയും നാൾ മറച്ചു വെച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു, അഹമ്മദ് അൽ ഷാറ. അപ്പോൾ പേര് മറച്ചു പിടിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംഘടനയുടെ യഥാർത്ഥ മുഖങ്ങൾ മറച്ചു പിടിച്ചു. എന്തിനു പറയുന്നു, അദ്ദേഹത്തിന്റെ മുഖം പോലും നാളുകളോളം അദ്ദേഹം മറച്ചു പിടിച്ചു. അപ്പോൾ ഉറപ്പാണ് ഇദ്ദേഹം അതിതന്ത്രശാലിയാണ്, അതിവിദഗ്ധമായിട്ടാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ തന്റെ തീവ്ര ഇസ്ലാമിക ഐഡിയോളജി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലാനി പറയുന്നു, എനിക്ക് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ചില ആശയങ്ങൾ മാത്രമേ ഉള്ളൂ, സിറിയയുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട്. ഒടുവിൽ ഇപ്പോൾ അസാദിനെ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വിശാലമായ ഒരു സിറിയയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. റോബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ എല്ലായിടത്തുള്ള സിറിയയിൽ നിന്നും പുറത്തു പോയ എല്ലാവരോടും തിരിച്ചു വരാൻ പറയുകയാണ്. ഈ ആഹ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്താകമാനമുള്ള സിറിയക്കാരോടല്ല ശരിക്കും അദ്ദേഹം അത് പറയുന്നത്, ലോകത്താകമാനമുള്ള എല്ലാ മുജാഹിദീനുകളോടാണ് അദ്ദേഹത്തിന്റെ ഈ ആഹ്വാനം ചെന്നെത്തുന്നത്. അത് കൃത്യമായിട്ട് അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. കാരണം നേരത്തെ ഒരു നിലപാട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ തന്നെ അൽ നുസ്ര ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ HTS ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം പിന്നിലെ പ്രവർത്തകരെ നോക്കി കഴിഞ്ഞാൽ അത് സിറിയക്കാർ മാത്രമല്ല, ലോകത്തു നിന്നുള്ള പല ജിഹാദികളും അവിടെ വന്നിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ജിഹാദികൾ കുന്നുകൂടിയിട്ടുണ്ട്. കാരണം അവരൊരു ഫൈനൽ ബാറ്റിലിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഒഴുകിയതുപോലെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ സിറിയയിലേക്ക് വലിയൊരു ഒഴുക്കുണ്ടാകും. ആ ഒഴുക്കിൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോലും, നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോലും വീണ്ടും അനേകർ അവിടേക്ക് ആകർഷിക്കപ്പെട്ടു പോകും. കാരണം ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ഐഡിയോളജിയും ഇവരുടെ മനസ്സിലുള്ള ചിന്താഗതികളും ഒന്ന് തന്നെയാണ്. ഇവർ സിറിയയിൽ തങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ സിറിയയിൽ തങ്ങളുടെ ഭരണം കൊണ്ടുവന്ന് ആ ഭരണത്തിൽ നിന്നുകൊണ്ട് ഇവര് അന്ത്യകാല യുദ്ധത്തിനുള്ള ഒരുക്കത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതുവരേക്കും ഇവർ പറയും, ഇത് ഇപ്പൊ ഞങ്ങൾ രൂപീകരിക്കാൻ പോകുന്നത് ഒരു ജനകീയ ഭരണകൂടമാണ്. പക്ഷെ ഈ ജനകീയ ഭരണകൂടത്തിന്റെ മുൻപിൽ ഇദ്ദേഹം വരുമോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇദ്ദേഹം മിക്കവാറും ഈ ഭരണത്തിന്റെ പിന്നിലായിരിക്കും. ഈ സംഘടന പിരിച്ചുവിടും. ഈ സംഘടന ഉണ്ടായിരിക്കില്ല. ഇനി വരാൻ പോകുന്നത് മറ്റൊരു രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരിക്കും. അത് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതൊരു വലിയൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഇപ്പോൾ സംഘടനകൾ ഉപയോഗിക്കുന്ന പേരല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനുള്ള ഒരു തുടക്കം സിറിയയിൽ ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് 2 വർഷം കൊണ്ട് ഇതിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെട്ടു തുടങ്ങും. അതുവരേക്കും ഇവിടെ മാധ്യമങ്ങളെല്ലാം വാഴ്ത്തിപ്പാടും, ജിഹാദി ചാനലുകളടക്കം ഇത് വാഴ്ത്തിപ്പാടും, സിറിയയിൽ അപ്രൈസിംഗ് ആണ്, വസന്തമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ നോക്കിക്കോളൂ, 2 വർഷം കഴിഞ്ഞാൽ ഈ സിറിയയുടെ മുഖം മാറിയിരിക്കും. ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് മാറും. അവിടെ നിന്ന് ലോകത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ലോകവ്യാപകമായ തീവ്രവാദത്തിന്റെ വീണ്ടും കേന്ദ്രമായിട്ട് സിറിയ മാറും. അത് കറക്റ്റാണ്. നമ്മൾ ഈ അൽ ജുലാനിനെ എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ, ഈ തീവ്രവാദികളുടെ കണ്ണിലൂടെ നോക്കിക്കഴിയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രത്തിന്റെ ഒരു വക്താവാണ് ഈ അൽ ജുലാനി എന്ന് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ അൽ ഖ്വയ്ദയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക് കാലിഫേറ്റ് സ്ഥാപിക്കുക. അത് നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് പോസിബിൾ അല്ല എന്ന് ഈ പറയുന്ന വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അൽ ജുലാനി എന്ത് ചെയ്തു? ആദ്യം സിറിയ കോൺസെൻട്രേറ്റ് ചെയ്തു. സിറിയ മൊത്തത്തിൽ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് സിറിയയിലെ ഇദ്ലീബ് പ്രദേശം കോൺസെൻട്രേറ്റ് ചെയ്തു. ഏകദേശം ഒരു 8 വർഷത്തോളം ഇദ്ലീബിൽ തന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തന്റെ ആയുധശേഷി ഒരു സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലേക്ക് ആ വ്യക്തി പ്രവർത്തിച്ചു. അത് സക്സസ് ആയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഫാക്ടേഴ്സ്, റഷ്യ ക്ഷയിക്കുന്നു, ഇറാൻ ക്ഷയിക്കുന്നു, ഹിസ്ബുള്ള ക്ഷയിക്കുന്നു, ഇസ്രായേൽ വലിയ രീതിയിൽ ഈ ഷിയ തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. തക്ക പോയിന്റ് നോക്കിയിട്ട് ഇദ്ലീബിൽ നിന്നും സിറിയയിലേക്ക് തന്റെ ശക്തി വ്യാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊരു പഴഞ്ചൊല്ല്. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ പ്രാക്ടിക്കലി നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകവ്യാപകമായിട്ടുള്ള ഇസ്ലാമിക് കാലിഫേറ്റ് അത് ഒറ്റയടിക്ക് പോസിബിൾ അല്ല എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തിക്കുന്നു. സിറിയയിലായിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അഫ്ഗാൻ ആയിക്കോട്ടെ,
പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്കത് എന്താ പറയണേ, ഒരെണ്ണം കഴിഞ്ഞ് ഓൾ ഓഫ് എ സഡൻ അല്ല സംഭവിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകൾക്ക് ശേഷമാണ്. പക്ഷേ ഒരു 10 വർഷം, 15 വർഷം, 20 വർഷം കഴിയുമ്പോൾ ലോകം മാപ്പെടുത്ത് നോക്കുമ്പോൾ ഇവരുടെ കൈവശമായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന പല തീവ്രവാദ സ്വഭാവമുള്ള പല രാജ്യങ്ങളും. അപ്പോൾ അതിലേക്ക് തന്നെയാണ് പോക്ക്. സിറിയ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഒരു ഇസ്ലാമിക് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള ഇവരുടെ ലക്ഷ്യത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇവർ തമ്മിൽ നടത്തുന്ന ഈ ഒരു അടി എന്നൊക്കെ പറയുന്നത് ചുമ്മാ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി തന്നെയാണ്. അൽഖ്വയ്ദ നേതൃത്വമായിട്ട് അടിയുണ്ടാക്കി, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നേതൃത്വമായിട്ട് അടിയുണ്ടാക്കി. ഇത് അടി എന്നൊക്കെ പറയുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ്. ആത്യന്തികമായിട്ടും ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അത് ചിലരുടെ ലക്ഷ്യം ഒരു പ്രദേശത്തിൽ ഒതുങ്ങി നിൽക്കുന്നു, ചിലരുടെ ഒരു ലക്ഷ്യം ഒരു രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നു, ചിലരുടെ ലക്ഷ്യം ലോകം മുഴുവൻ ഒതുങ്ങി നിൽക്കുന്നു. ആത്യന്തികമായിട്ടുള്ള കോർ ഐഡിയോളജി സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അരുൺ പറഞ്ഞതുപോലെ അത് വളരെ പ്രസക്തമായിട്ടൊരു പോയിന്റാണ്. മാധ്യമങ്ങളുടെ സെക്യുലർ മീഡിയാസിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോർജ്, ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭാരതം തന്നെയാണ്. ഇന്ത്യ രാജ്യത്തെയാണ് ഇവർ ഈ തീവ്രവാദികളെല്ലാം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ അവരെല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. ജോർജ്, ഇപ്പോൾ ഒന്ന് നോക്കുക, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ, അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, ലോകവ്യാപകമാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലാണ് അവരുടെ കേന്ദ്രം ഇരിക്കുന്നത്. അവിടെ നിന്ന് അവർ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി. അവരുടെ മാഗസിനിൽ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അവർ ഇന്ത്യയെ ഇനി തീർക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം അവർ പറഞ്ഞു. ഇപ്പോ അപ്പുറത്തുനിന്ന് ബംഗ്ലാദേശിൽ നിന്ന്, അവിടെ ധാക്കയിൽ നിന്നുകൊണ്ട് തന്നെ, അവിടുത്തെ പ്രധാന മോസ്കിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് അവിടുത്തെ എല്ലാ മൗലാനമാരും ചേർന്ന് ഒരുമിച്ച് നിന്ന് പറഞ്ഞത്, 800 വർഷം ഞങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളെ എങ്ങനെ ഭരിച്ചോ അതേപോലെ ഞങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളെ അടിമകളാക്കി ഭരിക്കുമെന്ന് ബംഗ്ലാദേശിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു സ്വരമുയർന്നു. അതിന് പിന്നാലെ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങൾ വീണ്ടും അവിടെ നിന്നുള്ള ഇന്ത്യക്കുള്ള ഭീഷണി, മോദിക്കുള്ള ഭീഷണിയായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം ജയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ പറഞ്ഞ വാക്കുകളും കൃത്യമാണ്. മോദിയെ ഇല്ലാതാക്കും, ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിലേക്ക് കൊണ്ടുവരും. ഇവരെല്ലാവരുടെയും ഈ ഇന്ത്യയുടെ ചുറ്റും നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അവിടുത്തെ മതമൗലികവാദികളായിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും അടുത്ത ലക്ഷ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടോളം സപ്പോർട്ട് അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി സിറിയ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തെ ഇവർ കണ്ണുവെച്ചിട്ടുണ്ട്, ഇവർ വളഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ ഈ രാജ്യത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഏറ്റവും അവസാനമായിട്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല എങ്കിൽ പോലും അല്പം ബന്ധമുള്ളൊരു വിഷയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്രായേൽ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു അവകാശവാദം എന്തായിരുന്നു? ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ, ഇറാന് അല്ലെങ്കിൽ സിറിയ, ഹിസ്ബുൾ, ലെബനോൺ, ഹൂത്തികൾ എല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ എന്നേക്കുമായി ഇല്ലാതാക്കും. ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ ഇസ്മായിൽ ഹനിയ, ഹസൻ നസ്രുള്ള, ഒപ്പം തന്നെ യഹിയ സിൻവാർ, ഇവരൊക്കെ പടമായി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഹിസ്ബുള്ളകൾക്ക് ചെലവും കൊടുത്ത് അവർക്ക് എല്ലാ ഒത്താശകളും ചെയ്ത ഇറാൻ അതിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സഹായിച്ച അല്ലെങ്കിൽ അവരുടെ സഹായം ഏറ്റുവാങ്ങി ലെബനോണിലേക്ക് ആയുധങ്ങൾ കടത്താൻ, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ കടത്താൻ കൂട്ടുനിന്ന അസാദ് റജീം അത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇസ്രായേൽ അവിടെ സ്വസ്ഥമായി കഴിയുന്നുണ്ട്. അവിടെയാണ് ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള, അതൊരു മാനുഷികമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദൈവികമായിട്ടുള്ളൊരു ഇടപെടൽ ഇസ്രായേലിന്റെ ഒപ്പം തന്നെയുണ്ട്. ആരൊക്കെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർ ഇല്ലാതായതല്ലാതെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇതുവരെ ചരിത്രത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. ആ ഒരു കാര്യം, ആ ഒരു വസ്തുത വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും നോക്കിക്കാണുന്നത്. ജോർജ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇസ്രായേലിന് ഇപ്പോഴും ഒരു അദൃശ്യമായ ദൈവിക സംരക്ഷണമുണ്ട്. പക്ഷെ ഇസ്രായേലിന് സ്വസ്ഥതയുള്ള ഒരു കാലം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാകില്ല. ജോർജ്, ഇപ്പോ ഒരു താൽക്കാലികത്തേക്ക് ഒരു സ്വസ്ഥത പറഞ്ഞാൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും വീണ്ടും ഇസ്രായേലിന്റെ അവസ്ഥ വീണ്ടും അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം ഈ കണ്ണികളെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു ഐഡിയോളജിനെ ബേസ് ചെയ്തിട്ടാണ്. അവർ ഇസ്രായേലിനെ തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെ ഈ ലോകവ്യാപകമായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. ഒപ്പം തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് 1-2 അപ്ഡേഷൻസ് കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ 1974 ശേഷം ഇസ്രായേലും സിറിയയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗോലാൻ കുന്നുകളിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സിറിയ വിമതർ അല്ലെങ്കിൽ വിമത ഭീകരർ പിടിച്ചെടുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ 1974 ആ എഗ്രിമെന്റ് ഇപ്പോൾ ഇൻവാലിഡ് ആണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ സിറിയൻ അതിർത്തികളിലേക്ക് കയറി ചെന്ന് ഈ ഗോലാൻ കുന്നിനും അല്ലെങ്കിൽ സിറിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബഫർ സോണുകൾ ഇസ്രായേൽ സേന പിടിച്ചെടുക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സിറിയയിലെ ആയുധങ്ങൾ ഈ വിമത ഭീകരർക്ക് ലഭിക്കാതിരിക്കുവാൻ ഒരു മുൻകരുതൽ എന്ന വണ്ണം ആയുധ ഡിപ്പോകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുന്നു. മറുസൈഡിൽ അമേരിക്ക ഇസ്ലാമിക് സ്റ്റേറ്റിന് ശക്തിയുള്ള പ്രദേശങ്ങളും ബോംബിട്ട് തകർത്തിരിക്കുന്നു. കാര്യം, ഈ പറയുന്ന രാജ്യങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും മുൻകരുതലുകൾ ഇവർ എടുക്കുന്നുണ്ട്. കാരണം
വ്യക്തമാണ് പോക്ക് ചിലപ്പോൾ എങ്ങോട്ടായിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന വിമത ഭീകരർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ പത്തി വിടർത്താതിരിക്കാനുള്ള മുൻകരുതലുകളും എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലും US ഒക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. മാന്യതയുടെ, സൗമ്യതയുടെ, മിതവാദത്തിന്റെ എത്ര മുഖംമൂടികൾ അണിഞ്ഞാലും ഇസ്ലാമിക തീവ്രവാദി എന്നും ഇസ്ലാമിക തീവ്രവാദി തന്നെയാണ്. ഇപ്പോൾ സിറിയ പിടിച്ചടക്കിയിരിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് അൽ ജുലാനി വലിയ രീതിയിൽ മിതവാദവും അല്ലെങ്കിൽ മതേതരത്വം ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. അതിൽ പല ലോകരാജ്യങ്ങളും അത് കണ്ട് കൈയടിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ അത് കണ്ട് കൈയടിക്കുന്നുണ്ട്. ആ കൈയടിക്കുന്നവർ ഒന്ന് ചരിത്രത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുക. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അൽഖ്വയ്ദ തീവ്രവാദികൾ എന്താണ് ചെയ്തത്, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം എന്തൊക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിറിയ പിടിച്ചടക്കിയിരിക്കുന്ന ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടനയുടെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ അജണ്ട തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷ്യം ഒന്ന് തന്നെ, ലോകം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക. അതിന്റെ തുടക്കമാണ് സിറിയയിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സിറിയ പിടിച്ചടക്കിയിരിക്കുന്ന ഈ വിമതർക്ക് ഒത്താശ, അല്ലെങ്കിൽ വിമത ഭീകരർക്ക് ഒത്താശ പാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് കൈയടിച്ചു കഴിഞ്ഞാൽ, ഓർക്കുക, നാളെ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലേക്കും അവർ എത്തും. അവരുടെ ലക്ഷ്യവുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആ ഒരു ആശയം സ്ഥാപിക്കാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് നിങ്ങളുടെ രാജ്യങ്ങളിൽ സ്ഥാപിക്കാൻ. അതുകൊണ്ട് ജാഗ്രത ശക്തമാക്കുക, മുൻകരുതൽ ശക്തമാക്കുക എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.